السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, വിദ്യാർത്ഥികളെ, ഹദീസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഹദീസ് നിദാന ശാസ്ത്രം. ഉസൂലുൽ ഹദീസ്, മുസ്തലഹുൽ ഹദീസ് എന്ന നിലക്കൊക്കെ നമ്മൾ കേട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. അതിലെ ചില കാര്യങ്ങളിലൂടെ മാത്രം നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. നമുക്കറിയാം, പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അള്ളാഹു സംരക്ഷണം ഏറ്റിട്ടുണ്ട്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. അപ്പോൾ ഈ ദിക്റിനെ നാം മണർക്കി നാം അതിനെ സംരക്ഷിക്കും. ആ ദിക്റിൽ ഹദീസ് ഉൾപ്പെടും എന്നതിൽ ഒരു തർക്കവുമില്ല. ഇസ്ലാമിനെ പറ്റി മനസ്സിലാക്കിയവർക്ക് അതിൽ ലെവലേശം സംശയം ഉണ്ടാവില്ല. കാരണം 10-30 സ്ഥലത്ത് അത്തിയുള്ളാഹ് അത്തിയുർ റസൂല എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ റസൂലിനെ പിൽക്കാലത്തുള്ളവരെങ്ങനെയാണ് അനുസരിക്കുക? ആ സുന്നത്ത് ഇവിടെ നിലനിൽക്കണ്ടേ? ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ധാരാളം ഹദീസുകൾ, ശുദ്ധ ഖുർആനിൽ തന്നെ വേറെ ഒരുപാടുണ്ട്. ധാരാളം ഹദീസുകളിൽ സ്വർഗത്തിൽ പോകുന്നവർ ആ കക്ഷിയാണെന്ന് ചോദിക്കുമ്പോൾ മാ അന അലൈഹിൽ യൗമ വസ്സഹാബി, ഞാനും എൻ്റെ സഹാബത്തും ഏതൊന്നിൽ നിലനിൽക്കുന്നുവോ അതുപോലെ നിലനിൽക്കുന്നവർ. അപ്പോൾ ആ ഏതൊന്ന് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണമല്ലോ, അതനുസരിച്ച് നിൽക്കണമെങ്കിൽ അതുകൊണ്ട് ഖുർആനും സുന്നത്തും ഒരുമിച്ചേ പോകുള്ളൂ. വലൻ യതഫറഖ ഹത്താ യരിദ അലയ്യൽ ഹൗദ് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഖുർആനും സുന്നത്തും വേർപെടൂല, വേർതിരിഞ്ഞ് സഞ്ചരിക്കൂല. എൻ്റെ അടുത്ത് ഹൗദിൽ വരുന്നത് വരെ അപ്പോൾ ഒരുമിച്ച് പോകും. അപ്പം ഇങ്ങനെയുള്ള ഈ ഹദീസിനെ സംരക്ഷിക്കാൻ അള്ളാഹു ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ് ഹദീസ് നിദാന ശാസ്ത്രം എന്ന് പറയുന്നത്, ഉസൂലുൽ ഹദീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മുസ്തലഹുൽ ഹദീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്തിനാണ് ഈ ഉസൂലുൽ ഹദീസ്? അതിന് പല കാര്യങ്ങളുണ്ട്, പല ലക്ഷ്യങ്ങളുണ്ട്. അതിലൊരു കാര്യം, ഊഹങ്ങളിൽ നിന്നും കെട്ടുകഥകളിൽ നിന്നും സത്യം വേർതിരിയാനുള്ള ഏറ്റവും വലിയൊരു സംവിധാനം, അല്ലെങ്കിൽ ഈ സംവിധാനം ഉള്ളതിന് സത്യം അത് തനിമയോടെ ഖിയാമത്ത് നാൾ വരെ ജനങ്ങൾക്ക് കിട്ടണം. ഇസ്ലാമിൻ്റെ ഒരു കർശനമായൊരു നിയമമാണ് ഊഹങ്ങളുടെ പിന്നാലെ പോകരുത്. കേട്ടുകേൾവിയല്ല നമ്മുടെ പ്രമാണം. എത്ര സ്ഥലത്താണ് അത് പറഞ്ഞത്? ഉദാഹരണം പറയാം, 1-2 വചനം. ഖുതിലൽ ഖറാസൂൻ, ഊഹത്തിൻ്റെ പിന്നാലെ അതിൽ മുഴുകുന്നവർ നശിക്കട്ടെ. കാരണം ഈ ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിലർ നിഗമനങ്ങളിലെത്തും. അത് സത്യത്തിൽ കളവിനേക്കാൾ വലിയ അപകടമായിരിക്കും. ഊഹം കളവിനേക്കാൾ അപകടം. കളവ് മനഃപൂർവ്വം പറയണതാണ്, ഊഹം അങ്ങനെയല്ലല്ലോ. അത് ചിലപ്പോൾ ശരിയാന്ന് വിചാരിക്കും. അതുകൊണ്ട് ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കാനേ പറ്റില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയ്യാക്കും വള്ളൻ ഫൈനല്ലൻ അഖ്ദബുൽ ഹദീസ്, നിങ്ങൾ ഊഹം സൂക്ഷിക്കണം, അത് ഏറ്റവും വലിയ കളവാണ്. അപ്പോൾ നമ്മുടെ ദീനിൽ നിന്ന് ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം പറ്റില്ല. വ്യക്തമായ പ്രമാണം അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ അള്ളാഹു തന്നിട്ടുണ്ട്. അതിനുള്ള ഒരു സംവിധാനമാണ് വാസ്തവത്തിൽ ഈ ഹദീസ് നിദാന ശാസ്ത്രം. പരിശുദ്ധ ഖുർആൻ ഒരിക്കൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇൻ ജാഅക്കും ഫാസിഖുൻ ബിനബ ഫതബയ്യനു, ഒരു അധർമ്മകാരി ഒരു വിവരമായിട്ട് വന്നാൽ നിങ്ങൾ ഉടനെ സ്വീകരിക്കാൻ പാടില്ല, അതിനപ്പുറപ്പുറമൊക്കെ നന്നായി നോക്കണം. അപ്പം ഇങ്ങനെ ശ്രദ്ധയോടുകൂടി കൃത്യമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലെ
നമ്മൾ വിവരങ്ങൾ ശേഖരിക്കാൻ പാടുള്ളൂ. അള്ളാഹിൻ്റെ ദീനിനെ പറ്റി പ്രത്യേകിച്ചും ഉറപ്പില്ലാത്തൊരു കാര്യം സ്വീകരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഉറപ്പുള്ളതാക്കണമല്ലോ. അതാണ് നമ്മുടെ ഉസൂലുൽ ഹദീസ് ചെയ്യുന്നത്. അതുകൊണ്ട് ലോകം ഇന്ന് വരെ കാണാത്ത രൂപത്തിൽ ഏറ്റവും വലിയ ഒരു അരിപ്പ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ അരിപ്പുള്ളത് കൊണ്ട് ഒരിക്കലും നമുക്ക് നബിൻ്റെ പേരിൽ കള്ളം പറയാൻ പറ്റില്ല. അത് വലിയൊരു അത്ഭുതമല്ലേ. ഇന്ന് വേറെ പലരെ പറ്റിയും കള്ളം പറയും. കള്ളങ്ങളിൽ ജീവിക്കുന്നൊരു കാലമാണ്. പക്ഷെ ഒരാൾ റസൂലിനെ പറ്റി ഒരു കള്ളം പറഞ്ഞാൽ ഉടനെ ചോദിക്കും, അതാരെ എന്നോട് പറഞ്ഞത്? അപ്പോൾ എന്നെ ആളെ പറഞ്ഞു. ആളില്ലെങ്കിൽ അതാരെ സ്വീകരിക്കുക? ആളെ പറഞ്ഞെങ്കിൽ അയാളെപ്പറ്റി. അപ്പോൾ ഈ നിബന്ധന ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു നിബന്ധനയാണ്. എന്നാൽ നബിയെപ്പറ്റി ഒരു ഹദീസ് സഹിയായി ഇങ്ങോട്ട് വരണമെങ്കിൽ അതിൻ്റെയൊക്കെ നിബന്ധന, സാധാരണ നമ്മൾ സഹിയ ഹദീസിൻ്റെ 5 നിബന്ധന പറയില്ലേ, അതിലൊന്നെന്താ? സനത് വേണമെന്നറിയാം. വെറുതെ പറഞ്ഞാൽ പറ്റില്ല. സനത് എവിടെ ചോദിക്കും. സനത് എവിടെ? അപ്പോൾ അഥവാ സനത് പറഞ്ഞു നിൽക്കുക, എന്നാൽ സ്വീകരിക്കാൻ പറ്റുമോ? സനത് പറഞ്ഞാൽ സ്വീകരിക്കാൻ പറ്റില്ല. പിന്നെ എന്ത് ചെയ്യണം? ആരാണ് ആ സനദിലുള്ള ആൾക്കാരെ കൊണ്ട് കാണിച്ചു തരുമോ? ഇത്ര ആളുണ്ടെങ്കിൽ എല്ലാം. അപ്പോൾ അതിൽ ഇടയ്ക്ക് മുറിഞ്ഞു പോയിട്ടുണ്ടോ നോക്കും. എങ്കിൽ നിൻ്റെ സനത് കൊണ്ടുപോകാം, അംഗീകരിക്കില്ല പറയും. മറിച്ച് ഓരോരുത്തരും എന്നോട് ഇന്ന ആൾ പറഞ്ഞു പറഞ്ഞാൽ അവർ പരസ്പരം കണ്ടിട്ടുണ്ടോ, ഒരു കാലത്ത് ജീവിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പ് കിട്ടണം. അത് കിട്ടും. അത് മുഴുവനും എഴുതി വെച്ചിട്ടുണ്ട്. നബിയിൽ നിന്ന് ഒരുത്തൻ ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്താൽ ഓൻ സമൂഹത്തിൽ ഒന്നും അറിയപ്പെടാത്താണ്. ഓൻ്റെ ചരിത്രം ലോകത്തുണ്ടാകും. എന്തായാലും ചെയ്ത് നബിയിൽ നിന്നൊരു ഹദീസ് റിപ്പോർട്ട് ചെയ്തു എങ്കിൽ അവൻ്റെ ചരിത്രം കണ്ടമാനം ഗ്രന്ഥങ്ങളിൽ ഇവിടെ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇനി അവൻ്റെ ആ സനത് അതൊക്കെ കണ്ണി മുറിയാൽ തന്നെ ഉണ്ടെങ്കിൽ അതും പ്രശ്നം തീരുമല്ലോ. ഉടനെ അവരെ പറ്റിയുള്ള പഠനമാണ്. അവൻ അതിലാണോ നോക്കും. അതിലെന്ന് പറഞ്ഞാൽ അവന് സത്യസന്ധനാണോ, ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറഞ്ഞിട്ടുണ്ടോ, അവൻ്റെ സ്വഭാവം എങ്ങനെ, ഇതൊക്കെ പഠിക്കും. അതോടെ അത് മുഴുവനും പഠിച്ചു. അതാണ് ഹദീസ് നിദാന ശാസ്ത്രത്തിൽ പണ്ഡിതന്മാർ ചെയ്ത ത്യാഗങ്ങൾ. ഇതൊക്കെ ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ സാധാരണഗതിയിൽ ഹദീസ് സഹീന നിർവചനം അതൊന്നും പറഞ്ഞു പോവുക എന്ന നിലക്കല്ല, അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ശരിക്ക് ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ ഒരു കുഴപ്പമില്ല എന്ന് കണ്ടാലും എന്നാലും ജീവിതത്തിൽ വളരെ ദീനയാണ്, ജീവിതത്തിൽ ഒരിക്കൽ പോലും കള്ളം പറഞ്ഞിട്ടില്ല എന്നൊക്കെ വന്നാലും അദ്ദേഹം മതിയോ ഒരു ഹദീസ് നബിയിൽ റിപ്പോർട്ട് ചെയ്യാൻ? അല്ല. അദ്ദേഹം നല്ല ഹിഫ്ള്, നല്ല ഓർമ്മശക്തിയുള്ള ആളായിരിക്കണം. അതിനാണ് ലാബിത്തായിരിക്കണം എന്ന് പറയുന്നത്. ഈ ലബത്ത് 2 തരം. എന്താ? ഒന്ന്, ഏത് സമയത്തും അദ്ദേഹം ആ ഹദീസ് ചോദിച്ചാൽ പറയാൻ പറ്റുന്ന ആളായിരിക്കണം. അതിലൊരക്ഷരത്തിന് പോലും തെറ്റ് പറയാതെ പറയാൻ പറ്റണം. പിന്നെ എഴുതിയൊക്കെയാണെങ്കിലോ വളരെ കൃത്യമായിട്ട് തെറ്റാതെ അത് സൂക്ഷിക്കാനും പുസ്തകം സൂക്ഷിക്കാനും അത് കൈമോശം വരാതിരിക്കാനും ഇതൊക്കെ തിരിച്ചും മറിച്ചും പണ്ഡിതന്മാർ ഇവരെ ചെക്ക് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോകത്ത് സിഖത്തുകളായ കുറ്റമറ്റ റിപ്പോർട്ടർമാർ അവരിലൂടെ വന്ന നബിയുടെ വാചകങ്ങൾ മാത്രമേ സ്വീകരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരാൾക്കും ലോകത്ത് നബിയുടെ പേരിൽ കള്ളം പറയാൻ പറ്റില്ല. ഒരാളും പറഞ്ഞാലും വിജയിക്കില്ല. ഇനി ഇവർ ഈ പറഞ്ഞ നിബന്ധനയൊക്കെ ഒത്താലോ പിന്നെതാ വേറെ നിബന്ധന. അതിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല, ശാദാകാൻ പാടില്ല എന്ന്. എന്ന് പറഞ്ഞാൽ ഒരു സിഖത്തായ ആളാണ്, ഒരു കുഴപ്പമില്ലാത്ത ആളാണ്, പക്ഷെ അതിനേക്കാൾ ശക്തനായ ആൾക്ക് എതിരാകാൻ പാടില്ല. അപ്പോൾ അതൊക്കെ എതിരാവുന്ന, അതൊക്കെ അതിനെപ്പറ്റി താരതമ്യം ചെയ്തൊക്കെ പഠിച്ചിട്ടുണ്ട് എല്ലാ വിഷയങ്ങളും. അതെല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള ഹദീസുകളാണ് സഹിയ ഹദീസുകൾ. പിന്നെ ഗൂഢമായ പിഴവുകൾ ഉണ്ടാകാൻ പാടില്ല. അതാണ് ഇല്ലത്തുകൾ. അതാണ് ഏറ്റവും സൂക്ഷ്മമായ സങ്കീർണമായ ഒരു കടമ്പയാണ്. പുറമെ നോക്കിയാൽ സനദിനും മത്തിനൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല, പക്ഷേ എവിടെയെങ്കിലുമൊക്കെ ചില പ്രശ്നമുണ്ടാവും. അതൊക്കെ ഇല്ലായ്മ ചെയ്തിട്ട് വേണം. അപ്പോൾ ഇതൊക്കെ നമുക്കിന്ന് കിട്ടും നമ്മുടെ മുമ്പിൽ. ഇതൊരു വലിയൊരു അത്ഭുതമാണല്ലോ. അപ്പോൾ ഈ കാര്യം ഇത് നമ്മൾ മാത്രമല്ല, ഇതിൻ്റെ മറ്റൊരു കാര്യം ഞാൻ പറയണം. ഇങ്ങനെയുള്ളൊരു അത്ഭുതകരമായ സത്യവും അസത്യവും വേർതിരിക്കുന്ന, ചരിത്രത്തിലെ കല്ലും നെല്ലും വേർതിരിക്കുന്ന ഇങ്ങനൊരു വലിയ ഉസൂലുൽ ഹദീസ് എന്ന ഒരു വലിയ ശാസ്ത്രം ഇത് മുസ്ലിങ്ങൾക്കുണ്ടെന്നുള്ള മുസ്ലിങ്ങൾ മാത്രമല്ല പറയണത്.
മുസ്ലിങ്ങളും അല്ലാത്തവരും പറയുന്നത്. ഞാൻ രണ്ടിൽ വിഭാഗത്തിലും പെട്ട 2-3 വാചകം ഞാൻ പറയാം. എന്തിനാണ് ഞാൻ പിന്നെ പറയണം കൂടി. ഒന്ന് ഇബ്നു ഹസും അദ്ദേഹം പറയാണ്, നഖലു സിഖ അനി സിഖ ഹത്താ യബ്ലുഗൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സിഖത്ത് ഈ നേരത്തെ പറഞ്ഞ എല്ലാ നിബന്ധനയും ഒത്ത റിപ്പോർട്ടർ അടുത്ത അതേ നിബന്ധന ഒത്ത റിപ്പോർട്ടറിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത് നബിയിലേക്ക് എത്തുന്ന ഈ കാര്യം, ഫഹാദ ഷൈൻ ഖസ്സല്ലാഹു ബിഹിൽ മുസ്ലിമീന, ഇത് അല്ലാഹു മുസ്ലിങ്ങൾക്ക് മാത്രം നൽകിയൊരു വിഷയമാണ്. ദൂന ഗൈരിഹി മിൻ സായിരിൽ മിലൽ, മറ്റുള്ള മതങ്ങൾക്കൊന്നും ഈ അത്ഭുതകരമായ ശാസ്ത്രീയമായ ഈ ഇസ്നാദ് സംഭവം ഇല്ല. ഇനി ഇമാം അബൂ ഹാത്തിം, ഇവരൊക്കെ വലിയ അയിമത്തുൽ ജർഹ് വ തഅദീലിൻ്റെ ഇതിൽപ്പെട്ട ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഹദീസ് നിദാന ശാസ്ത്രത്തിൽ ഹദീസിനെ നിരൂപണം ചെയ്യുന്ന അഗ്രഗണ്യന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ്. അതിൽപ്പെട്ട ഇമാം അബൂ ഹാത്തിം പറയാം, ലം യകുൻ ഫി ഉമ്മത്തി മിനൽ ഉമ്മം മുൻദു ഖലഖല്ലാഹു ആദം, അല്ലാഹ് ആദം നബിയെ സൃഷ്ടിച്ചത് മുതൽ ഉമന യഹ്ഫദൂന ആസാർ റുസുലിഹിം, ഇതുപോലുള്ള വിശ്വസ്തരായ ആൾക്കാർ, മുമ്പുള്ള അമ്പിയാക്കരുടെ ചരിത്രങ്ങൾ എഴുതി വെക്കുന്ന, അവരുടെ വാചകങ്ങൾ എഴുതി വെക്കുന്ന അങ്ങനത്തെ ഒരു സമ്പ്രദായം ഉണ്ടായിട്ടേയില്ല. ഇല്ലാ ഫി ഹാദിൽ ഉമ്മ, ഈ ഉമ്മത്തിൽ മാത്രമാണിതുള്ളത്. അപ്പോൾ നമുക്ക് മാത്രം, നമ്മൾ വലിയ ഭാഗ്യവാന്മാരാണ്. ഈ മഹാനിയമത്തുള്ള ഒരു വിഭാഗം നമ്മൾ മാത്രമാണ്. മറ്റുള്ള ഒരുപാട് മതവിഭാഗങ്ങൾ മുമ്പുണ്ടല്ലോ, ഇനി ശേഷം വരുന്നത് ഇത് ലോകത്തൊരിക്കൽ മാത്രം ഉദിച്ച സൂര്യനാണ്. ഈ ഇസ്നാദ് ശാസ്ത്രം ഇനി ഉണ്ടാവില്ല, മുമ്പ് ഉണ്ടായിട്ടുമില്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയുന്നു, ഇൽമുൽ ഇസ്നാദ് വൽ റിവായ, ഈ ഹദീസ് നിദാന ശാസ്ത്രം അത് മിമ്മ ഖസ്സല്ലാഹു ബിഹി ഉമ്മത്ത മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന് അള്ളാഹു പ്രത്യേകമായി നൽകിയതാണ്. വജഅലഹു സുല്ലമൻ ഇലൽ മഅരിഫ, അത് വിവരത്തിലേക്കുള്ള കോണിയാക്കി, വിവരം കിട്ടാനുള്ള കോണിയാണത്. അതിലൂടെ കയറിയാൽ യഥാർത്ഥ വിവരം കിട്ടുള്ളൂ, അല്ലെങ്കിൽ കിട്ടൂല. ഇതിനെപ്പറ്റി വസ്തുനിഷ്ഠമായുള്ള പരാമർശങ്ങളാണ് ഇത്. ഇതുപോലെ ഒരുപാട് മുസ്ലിം പണ്ഡിതന്മാർ പറഞ്ഞു, ഞാൻ മുസ്ലിങ്ങളല്ലാത്തവരും ഈ സത്യം സമ്മതിക്കുന്നുണ്ട്. അത് സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യം സമ്മതിച്ചാൽ പിന്നെ അതിനോട് അനുബന്ധമായി സമ്മതിക്കണമല്ലോ. അതിനുവേണ്ടിയാണ് ഞാൻ അവർ പറയുന്നത്. കാരണം ഇത്തരം കാര്യങ്ങളൊന്നും നമ്മൾ സാധാരണ ഇങ്ങനെ കേൾക്കലോ അല്ലെങ്കിൽ പറയലില്ല. കാരണം ചില ഓറിയൻ്റലിസ്റ്റുകളും മറ്റുള്ള ആൾക്കാരൊക്കെ പറഞ്ഞ വിഷയമാണ് ഞാനിവിടെ പറയുന്നത്. അതിലൊന്ന് ജെയിംസ് റോബ്സൺ എന്ന് പറഞ്ഞ ഒരു വലിയ അറിയപ്പെട്ട ഒരാളാണ്. അദ്ദേഹം പറയാണ്, ഇന്ന നിളാമുൽ ഇസ്നാദ് ഹുവ ഫരീദും മിൻ നൗഇ ഫി താരിഖിൽ അദബ് അൽ ആലമി വഖദ് ബലഗ്ത് ബിഹിൽ ഉമ്മത അൽ ഉമ്മ അൽ ഇസ്ലാമിയ ദിർവത്ത ഫി തൗസീഖി അഖ്ബാരിഹ. അപ്പോൾ ലോക സാഹിത്യ ചരിത്രത്തിൽ സനദ് സമ്പ്രദായം സമാനതകൾ ഇല്ലാത്തതാണ്. ചരിത്രരേഖകൾ സത്യസന്ധമായി സംരക്ഷിക്കുന്നതിൽ മുസ്ലിം ഉമ്മത്ത് ഇതിലൂടെ കൃത്യതയുടെ അത്യുന്നതങ്ങളിൽ എത്തിയിരിക്കുന്നു. അപ്പോൾ വിവരങ്ങൾ ശേഖരിക്കുന്നതിൽ മുസ്ലിങ്ങൾ കൃത്യതയുടെ അത്യുന്നതങ്ങളിൽ എത്തിയിരിക്കുന്നു. ആര്? മുസ്ലിം അല്ല പറയുന്നത്. ഇനി പ്രശസ്ത ഓറിയൻ്റലിസ്റ്റായിരുന്ന മറ്റൊരാൾ നിക്കോൾസൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ലം യൂജദ് ഫി താരിഖിൽ ഉമമി സാബിഖ ഇൽമുൻ മിസ്ൽ ഇൽമി റിജാൽ അല്ലദി വലഉൽ മുസ്ലിമൂൻ അലിൽ ഹിഫാൽ അലാ തുറാസിഹിം വ താരീഖിഹിം. മുസ്ലിങ്ങൾ തങ്ങളുടെ പൈതൃകവും ചരിത്രവും സംരക്ഷിക്കുന്നതിനായി വികസിപ്പിച്ചെടുത്ത ഇൽമുൽ റിജാൽ എന്ന് പറയുന്ന നിവേദക സംഘ പഠനം, നിവേദകരെപ്പറ്റിയുള്ള പഠനം പോലെ ഒരു ശാസ്ത്രം മുൻകാല സമുദായങ്ങളുടെ ചരിത്രത്തിൽ എവിടെയും നിലവിലില്ല. ജർമ്മൻ പണ്ഡിതനായ മറ്റൊരാൾ അലോയ്സ് സ്പഞ്ചർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ലം തഷ്ഹദി ദുനിയ ഖത്ത് ഉമ്മത്തു മിനൽ ഉമം, ഈ ലോകം തന്നെ സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരൊറ്റ സമൂഹവും ബി തദ്വീനി അസ്മായോ തറാജും നിസ്ഫി മില്യൂൻ ഷഖ്സ് കമാ ഫഅലൽ മുസ്ലിമൂന ഫി ഇൽമുൽ ഹദീസ്. മുസ്ലിങ്ങൾ ഇൽമുൽ ഹദീസിൽ ചെയ്തതുപോലെ ഇത്ര 50,000-ഓളം റിപ്പോർട്ടർമാരുടെ ചരിത്രം കൃത്യമായി രേഖപ്പെടുത്തുക എന്നത് ലോകത്ത് മുസ്ലിങ്ങൾ മാത്രം ചെയ്ത വിഷയമാണ്. അപ്പോൾ ഇതൊക്കെ മുസ്ലിങ്ങൾ അല്ലാത്തവരും അംഗീകരിക്കുമ്പോൾ അവർ ഇനിയും സമ്മതിക്കേണ്ട വേറെ ചില വിഷയങ്ങൾ കൂടിയുണ്ട്, അത് സമ്മതിക്കണം. അതെന്താണെന്നറിയോ? ഒന്ന്, അപ്പോൾ ലോക ചരിത്രം എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇവരൊക്കെ സംബന്ധിച്ച് മുമ്പുള്ളതൊക്കെ ഊഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, അതൊന്നും കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലല്ല. എങ്കിൽ ഇന്ന് പലതും ഊഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നതും കേൾക്കുന്നതും. ഞാൻ പറയാം, ലോകചരിത്രം, മനുഷ്യൻ്റെ ഉൽപ്പത്തി ഒരു ഉദാഹരണം ഞാൻ പറയണം. ശാസ്ത്രം എന്ന പേരിൽ പറയുന്നത്, ശാസ്ത്രം ഒരിക്കലും തെളിയിച്ചതല്ലത്.
അത് അചേതന വസ്തുക്കളിൽ നിന്ന് പിന്നെ ജീവനുള്ളതുണ്ടായി, അത് ഏകകോശ ജീവി അമീബയിൽ നിന്നുണ്ടായി, അതൊക്കെ അങ്ങനെ അങ്ങനെ ഉണ്ടായി, അവസാനം അങ്ങനെ വന്ന് മനുഷ്യന്മാരുണ്ടാകുമ്പോൾ കുരങ്ങുന്നുണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താ അതിനൊക്കെ തെളിവ്? തനിച്ച ഊഹങ്ങൾ മാത്രം. ഇതെങ്ങനെ ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ? എന്നാൽ യഥാർത്ഥ ചരിത്രം, മനുഷ്യൻ്റെ ചരിത്രം ഇസ്ലാം പറയുന്നുണ്ടല്ലേ, ശുദ്ധമായ സനദിലൂടെ വന്ന ചരിത്രം. അതാ ശരിക്കും ഇസ്ലാമിൻ്റെ ലോകത്തിൻ്റെ ചരിത്രം. അപ്പോൾ ഇതൊരു ഹദീസ് നിദാന ശാസ്ത്രം. ഹദീസ് സംരക്ഷിക്കൽ മാത്രമല്ല, ലോകത്തിൻ്റെ മുഴുവൻ ചരിത്രവും യഥാർത്ഥത്തിൽ സംരക്ഷിക്കുന്നത് ഇസ്ലാമാണ്, ഈ ഹദീസ് നിദാന ശാസ്ത്രമാണ്. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒറ്റൊന്ന് പറയാണ്, ഏത് മനുഷ്യൻ്റെ ഉൽപ്പത്തിയെപ്പറ്റി. ഖലഖല്ലാഹു ആദം അലാ സൂറത്തി വ തൂലു സിത്തുന ദിറാൻ. ആദം നബി ഒന്നാമത്തെ മനുഷ്യനെ അള്ളാഹ് സൃഷ്ടിച്ചു. അദ്ദേഹത്തിൻ്റെ ഉയരം 60 മുഴം, ഏകദേശം എത്ര വരും? 30 മീറ്റർ ഉയരം വരും. എത്ര വലിപ്പമുണ്ടാകും? ഇവരാണ് സ്വർഗത്തിൽ പോകുമ്പോൾ ഇതേ വലിപ്പമായിരിക്കും. അപ്പോൾ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ഇന്ന് ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന വളരെ ദുർബലനായി ഇങ്ങനെ വന്നല്ല, ഏറ്റവും ടോപ്പിലായിരുന്നു മനുഷ്യന്മാർ. ആദം നബി ഏറ്റവും ഉഷാറ്, ഏറ്റവും നല്ല വലിപ്പം ആരോഗ്യമൊക്കെ ഉണ്ട്. പിന്നെ എങ്ങനെ നബി പറയും, പിന്നെ എങ്ങനെ കുറഞ്ഞു വന്നതാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന കാലത്തുള്ള വലിപ്പത്തിലേക്ക് എത്തിയെന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതല്ല യഥാർത്ഥ ചരിത്രം എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ നോക്കി, ഇതിപ്പോൾ വിശുദ്ധ ഖുർആനിലൊക്കെ മുമ്പുള്ള ആൾക്കാരുടെ ആരോഗ്യം, ഒരു പാറ തുരന്ന് വീടുണ്ടാക്കിയതും മറ്റൊക്കെ അവരെ വലിപ്പവും ആരോഗ്യമൊക്കെ പറയുന്നുണ്ട്. ഇതുപോലെ ഇനി ലോക ചരിത്രത്തിൻ്റെ മറ്റൊന്ന് ആദർശപരമായുള്ള ചരിത്രം നോക്കി നിങ്ങൾ. കുറ്റമറ്റ സനദിലൂടെയാണ് അറിയേണ്ടത്. അങ്ങനെയല്ല ചരിത്രം നമ്മൾ വിലയിരുത്തേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ലോകത്ത് തൗഹീദാണ് ഉണ്ടായി. നബിലൊക്കെ പറയുന്നത് അങ്ങനെയല്ല. ആ ആൾക്കാർ അത് കണ്ട് പേടിച്ചു, ഇത് കണ്ട് പേടിച്ചു, അങ്ങനെ പല ദൈവങ്ങളെ സങ്കല്പിച്ചു, അതാണ് ഇതാണ് എന്നാൽ പല രൂപത്തിലും പറയുന്നുണ്ട്. എന്ന ചരിത്രങ്ങൾ ഓരോന്നെടുത്ത് ഞാൻ വെറുതെ ഒരു ഉദാഹരണങ്ങൾ പറയുന്നുള്ളൂ. ഇപ്പോൾ ഇസ്രാ മിറാജ് ഒരൊറ്റ സംഭവം. ഇസ്രായേൽ എന്താണ്ടായത്? ലോകത്ത് വന്ന പ്രവാചകന്മാരെ മുഴുവനും വന്ന ബൈത്തുൽ മുഖദ്ദസിൻ്റെ മുറ്റത്തങ്ങോട്ട് ഹാജരാക്കി. അപ്പോൾ ആദം നബി മുതൽ എല്ലാ നബിമാരും അവർക്ക് ഇമാമായിട്ട് ആരാ നിസ്കരിക്കുന്നത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ. ഒന്നെന്താ? ലോകത്തുള്ള അമ്പിയാക്കളുടെ മുഴുവൻ സന്ദേശം ഒന്നാണ്, അതൊക്കെ തൗഹീദിൻ്റെ സന്ദേശമാണ്. ഇതാണ് ലോക ചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ ലോക ചരിത്രം തൗഹീദിൻ്റെയും ഷിർക്കിൻ്റെയുമാണ്. ആദം നബി വന്നു, തൗഹീദിലേക്ക് ആൾക്കാരെ കൊണ്ടുവന്നു. പിന്നെ കുറേ ആൾക്കാർ വ്യതിചലിച്ചു. അപ്പോൾ പിന്നെ നൂഹ് നബി വന്നു, തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചപ്പോൾ അദ്ദേഹം കുറേ ആൾക്കാരെ കൊണ്ടു, അതും പോയപ്പോൾ പിന്നെ നബിമാർ അങ്ങനെ വരികയാണ്. ഇങ്ങനെയൊക്കെയല്ലേ ചരിത്രം എന്ന് പറഞ്ഞ ആദർശത്ത് നോക്കിയാലും. ഇതാണ് കൃത്യമായ സനദിൻ്റെ അടിസ്ഥാനത്തിലുള്ള ലോക ചരിത്രം. അത് മുഴുവൻ വിശുദ്ധ ഖുർആൻ ചരിത്ര ഗ്രന്ഥമല്ല നമ്മൾ പറയാറുണ്ട്. എന്നാൽ ശുദ്ധമായ ചരിത്രം, നമുക്കറിയേണ്ട ചരിത്രം വളരെ കൃത്യമായി നമുക്ക് ഈ സനദിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ പറയാം, സനദില്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അമ്പിയാക്കളെ വിശ്വസിക്കുക? അപ്പോൾ നമ്മളൊക്കെ ആദം നബി വിശ്വസിക്കുക. അവിടെ പറഞ്ഞു ആദം നബി അള്ളാഹ് സൃഷ്ടിച്ചത്, അതുപോലെ അതിനുശേഷം പിന്നെ വന്ന നബിമാർ നൂഹ് നബി, അതുപോലെ മറ്റുള്ള പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാം, ഇങ്ങനെയുള്ള നബിമാർ. ഇതൊക്കെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടല്ലോ. വാസ്തവത്തിൽ ഇവിടെ മുസ്ലിങ്ങളല്ലാത്തൊരു സനദിനെ പറ്റി പറഞ്ഞ് ഞാൻ ചിലത് കേൾപ്പിച്ചു നിങ്ങളോട്. ഈ സനദില്ലാതെ മുമ്പുള്ള ദാർശനികരെ അമ്പിയാക്കളെ നമ്മളെങ്ങനെ വിശ്വസിക്കുക? നിങ്ങളൊന്ന് പറയും. ഇപ്പോൾ വിശുദ്ധ ഖുർആൻ തിരുസുന്നത്തും അടങ്ങുന്ന ഈ സനദുള്ള ഇതില്ലെങ്കിൽ ഇബ്രാഹിം നബിനെ പറ്റി ഒരാൾ പറഞ്ഞാൽ നമ്മൾ പോയി പണിയാക്കാൻ പറയും. അങ്ങനെ ഒരാളാളോ തോന്നിയേ പറഞ്ഞു എന്നല്ല. എന്താ? അതുപോലെ പിന്നെ മൂസ അലൈഹി സ്വലാമിനെ പറ്റി, ഈസ അലൈഹി സ്വലാമിനെ പറ്റി പറഞ്ഞ കാരണം എന്താണെന്നറിയോ? അവരുടെ ചരിത്രം എഴുതിയിട്ടില്ല. അവരൊക്കെ ചരിത്രം അവരുടെ അണികൾ സഹാബികൾ എഴുതി വച്ചിട്ടില്ല. ഇപ്പോൾ മൂസ അലൈഹി സ്വലാമിനെ പറ്റി കുറേ അടുത്തുള്ള നബിമാരെ പറ്റി പറയും. അദ്ദേഹത്തിൻ്റെ പേരിൽ ഇന്ന് അറിയപ്പെടുന്ന തൗറാത്തിനെ പറ്റി പറയുന്നത് അദ്ദേഹം മരിച്ചിട്ട് 800 കൊല്ലം കഴിഞ്ഞിട്ട് എഴുതിയതാണ്. നിങ്ങളാലോചിച്ച്, നമ്മൾ ഇരിക്കുന്ന ആൾക്കാർ ഇപ്പോഴൊന്നും നമ്മളെപ്പറ്റി എഴുതുന്നില്ല. പിന്നെ 800 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മളെപ്പറ്റി ആരെങ്കിലും എഴുതിയാൽ അത് ഈ സനദിൻ്റെ വിഷയത്തിലെടുത്താൽ വലിച്ചെറിയ ആൾക്കാർ. അല്ലാതെ എങ്ങനെ വിശ്വസിക്കുക? തനി ഊഹങ്ങളുടെ പിന്നാൽ. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ മൂസാ നബിനെ വിശ്വസിക്കുന്നത്? സനദുള്ള വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പറഞ്ഞത് കൊണ്ടാണ്. അല്ല, ഇതിനൊന്നും ഒരു വിലയില്ല. വെറും കെട്ട് കഥകൾ, മായാവി കഥകൾ എന്നറിയില്ലേ, ആ സ്ഥാനത്ത് മാത്രമേ ഇതൊക്കെ ഉണ്ടാവുള്ളൂ. ഇനി ഏറ്റവും അടുത്ത് ഈസാ അലൈഹി സ്വലാമുള്ള പുതിയ പിന്നെ എന്താണ് ഇഞ്ചിയിൽ. ആ ഇഞ്ചിയിൽ ഇപ്പോൾ മത്തായിയുടെ സുവിശേഷം, മാർക്കോസിൻ്റെ, അതുപോലെ യോഹന്നാൻ്റെ, ഇതൊക്കെ ഇതിനെപ്പറ്റി തന്നെ പറയുന്നുണ്ടെന്നറിയോ? ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിരുന്നു തന്നെ അവർ പറയുന്നതല്ല. ചിലർ പറഞ്ഞ് അതൊന്നും വസ്തുനിഷ്ഠമായതല്ല. മാത്രമല്ല, മുമ്പുള്ള ഇഞ്ചീലിനെ പറ്റി പഠിച്ച ആൾക്കാരൊക്കെ ഇങ്ങനെ പേരുകൾ തന്നെ കേട്ടിട്ടില്ല. അതൊക്കെ പിന്നെ
ഏതായാലും ഈ പേരുകളെ പറ്റി ഉസൂൽ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ ഫസ്റ്റ് തന്നെ തള്ളും. കാരണം ഇവരൊക്കെ മജ്ഹൂലീങ്ങളാണ്. ഇവരെ ചരിത്രം ഉടനെ കിട്ടുക, ഇവരൊന്നും ചരിത്രം കിട്ടൂല. പക്ഷേ നമ്മൾ ഈസാ നബിയിൽ വിശ്വസിക്കണം എന്ന മുമ്പുള്ള വേദഗ്രന്ഥങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ മുഴുവനും ഭേദഗതികളാണ്. അമ്പിയാക്കൾ മരിച്ചതിന് ശേഷം പതിറ്റാണ്ടുകളോ നൂറ്റാണ്ടുകളോ കഴിഞ്ഞിട്ട് എഴുതപ്പെട്ടതാണ് അതൊക്കെ. പിന്നെ നമ്മൾ വിശുദ്ധ ഖുർആൻ തിരുസുന്നത്തും ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇതൊക്കെ വിശ്വസിക്കുന്നത്. അപ്പോൾ ലോകത്തിൻ്റെ ചരിത്രം അത് തന്നെ, ലോക ചരിത്രത്തിന് ഇസ്ലാം നൽകിയ വല്ലാത്തൊരു സംഭാവനയാണ് ഉസൂലുൽ ഹദീസ് എന്ന് പറയുന്നത്. അപ്പോൾ മുമ്പുള്ളവരുടെ ചരിത്രം ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ നമ്മുടെ നബിൻ്റെ അവസ്ഥയോ? നബിയെപ്പറ്റി നമുക്കറിയാം, നബി ചരിത്രത്തിൻ്റെ പ്രകാശത്തിൽ ജീവിച്ച ആളാണ്. ഞാനിപ്പോൾ അടുത്ത കാലത്ത് ഒരു സ്വാമി ഇങ്ങനെ പ്രസംഗിക്കണുണ്ട്, നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹം യാദൃശികമായാണ് നബിയുടെ ജീവചരിത്ര പുസ്തകം അദ്ദേഹത്തിന് കിട്ടിയെന്ന് പറഞ്ഞു. വളരെ യാദൃശികമായി കിട്ടിയത്. അയാൾ അത്ഭുതപ്പെട്ടു. അയാൾ ആദ്യമായിട്ട് അറിയാണ് നബി ജനിച്ചത് മുതൽ മരിക്കണത് വരെ കൃത്യമായിട്ട് ഇങ്ങനെ രേഖപ്പെട്ടൊരു മനുഷ്യൻ്റെ ചരിത്രമാണല്ലേ നബീൻ്റെ ചരിത്രം. മുമ്പുള്ളതൊക്കെ കെട്ടുകഥകളല്ല, ആർക്കും വിശ്വസിക്കാൻ പറ്റുക? എന്നിട്ടിപ്പോൾ അയാൾ ഇസ്ലാമിന് വേണ്ടി ഇങ്ങനെ സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ നബി തിരുമേനി ഒരു കാര്യം പറഞ്ഞാൽ അത് അപ്പം തന്നെ ഡിഫുളാക്കുന്ന ആൾക്കാർ എല്ലാവരും അതാണ് ഡിഫുളാക്കും, അതാണ് എഴുതി വെക്കും. നബിയുടെ വിശുദ്ധ ഖുർആനാണ് എഴുതി വെക്കാനുള്ള കാത്തിബീങ്ങൾ കുത്താബുൽ വഹി എന്നുള്ള ആൾക്കാർ അപ്പം തന്നെ എല്ലാവരും എഴുതി വെക്കും. പിന്നെ ആയിരക്കണക്കിന് ആൾക്കാർ അപ്പം തന്നെയാണ് കാണാൻ പഠിക്കുകയാണ്. എന്നാൽ ഹദീസാണെങ്കിലും അപ്പോൾ എഴുതി വെക്കുന്നവരുണ്ട്, അങ്ങനെ തന്നെ കാണാൻ പഠിക്കണവരുണ്ട്. നബി മരിച്ചപ്പോൾ പിന്നെ ഇസ്നാദിൻ്റെ ശാസ്ത്രമുണ്ട് വ്യാപകമായി. ഇത് മുഴുവൻ എഴുതി വെക്കുന്ന നബിയുടെ ഒരു ഹദീസ്, ഇമാം ബുഖാരി ഒരു ഹദീസ് എടുത്താൽ അതിൽ 6 റിപ്പോർട്ടർമാരുണ്ടെങ്കിൽ അതിന് എത്ര ആൾക്കാരുടെ ചരിത്രം എന്നറിയോ? കാരണം ഓരോരുത്തരുടെയും വിദ്യാർത്ഥികളുടെ അധ്യാപകന്മാരുടെ ചരിത്രം അങ്ങനെ കണക്കില്ല. അതിനുവേണ്ടി അവരോട് വരിച്ച ത്യാഗങ്ങളും മറ്റുമൊക്കെ. അപ്പോൾ ഇങ്ങനെ നോക്കും, നബി ചരിത്രത്തിൻ്റെ നടുമുറ്റത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ മുമ്പുള്ളവർക്ക് അങ്ങനെയാണോ? ഒരാളുമല്ല, അവരെ അണികളൊന്നും നമുക്ക് അവരെ പറ്റി പറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ന് നമ്മുടെ കൗമിൻ്റെ ദുരന്തം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഈ ഇരുണ്ട യുഗത്തിലേക്ക് തന്നെ ഇത്ര സുന്ദരമായൊരു സനത് നമുക്കുണ്ടായിട്ട് അതൊഴിവാക്കിയിട്ട് മുസ്ലിങ്ങൾ എന്ന് പറയുന്നവർ തന്നെ ഇത് മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങൾ കേട്ടില്ലേ, മുഹമ്മദ് നബി വന്ന് ഓപ്പറേഷൻ നടത്തിയൊക്കെ പറഞ്ഞിട്ട് കെട്ടുകഥകൾ, മായാവി കഥകൾ പറയുന്നത്. ശുദ്ധമായ തൗഹീദിൻ്റെ ഇസ്നാദിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാം മുഴുവൻ ഇവിടെ ഉണ്ട്. ഇത് നമ്മളെ ആൾക്കാരോ മാല മൗലീദുകളും അതിനൊന്നും സനദില്ല. അതൊക്കെ കെട്ടുകഥകൾ, ഓരോരുത്തർ തോന്നുന്ന ഊഹങ്ങളാണ്. മുമ്പുള്ള ആൾക്കാരെ പോലെ തത്തബിയുന്ന സുനനമൻ ഖാന കബുലക്കും എന്ന് റസൂല് പറഞ്ഞില്ലേ, മുമ്പുള്ളവർ ജൂതന്മാർ, ക്രിസ്ത്യാനി, മറ്റുള്ള സമൂഹമൊക്കെ എങ്ങനെയാണ് അതുപോലെ തുടരുങ്ങൾ. അന്ധവിശ്വാസങ്ങളുടെ പിന്നിൽ, ശിർക്കൻ വിശ്വാസങ്ങളുടെ പിന്നിൽ ഒരു സനതുമില്ല. എന്ന ശുദ്ധമായ സനതുള്ള ലോകത്തെ ഏറ്റവും വലിയ അരിപ്പയിലൂടെ നമുക്ക് അടിയിലേക്കും കിട്ടിയ ശുദ്ധമായ ആ ഹദീസുകൾ, ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടായിട്ട് അതിലെ അത്ഭുതവും അതിലെ പ്രത്യേകതയും അതിൻ്റെ മഹത്വവും ഒന്നും മനസ്സിലാക്കാത്തൊരു ഉമ്മത്തും ഈ കൂട്ടത്തിലുണ്ട്. ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചിട്ടുള്ളൂ. വളരെ വിശദമായി പഠിക്കേണ്ട ഒരു വിഷയമാണിത്. അല്ല നമ്മളതിന് നിർവചനം പറയാം, അതങ്ങനെ ഇങ്ങനെ പറയും, അതിലെ അത്ഭുതങ്ങൾ കൂടി ഒന്നറിയണം എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വസ്സല്ലല്ലാഹു അലാ മുഹമ്മദ്.